തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാത്രമല്ല വെട്ടിമാറ്റിയത്, തൊഴിലിലെ ഉറപ്പ് കൂടിയാണ്. ഇന്ദിര ആവാസ് യോജന പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് ആയതുപോലെയും രാജീവ് ആവാസ്, സർദാർ പട്ടേൽ ഹൗസിംഗ് ആയതുപോലെയും അല്ല ഇത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആകുമ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം തന്നെയാണ് അട്ടിമറിക്കപ്പെടുന്നത്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയിൽ ഏശാതെ പോയതിനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. ഏറ്റവും അടിത്തട്ടിലുള്ള ജനതയിലേക്ക് സർക്കാരിന്റെ പണം എത്തിക്കാനും വിപണി ചലിപ്പിക്കാനുമുള്ള മാർഗമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ഇതുവരെ പദ്ധതിയുടെ 90% വിഹിതം കേന്ദ്ര സർക്കാരായിരുന്നു വഹിച്ചിരുന്നത്. ഇപ്പോഴത് 60% മാത്രമാക്കി. 40% ഇനി സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരും. ഉയർന്ന കൂലി നൽകുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയ്ക്ക് കടുപ്പമേറും. തൊഴിൽ ദിനങ്ങൾ 100 എന്നത് 125 ആക്കിയെങ്കിലും കേന്ദ്രം മൊത്തം ചെലവും ചെയ്യുന്ന തുകയിൽ കുറവുണ്ടാകും. ഇനി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കാനും കഴിയുക. ഇത് ആ പഞ്ചായത്തുകളിൽ ഉൾപ്പെടാത്തവരുടെ തൊഴിലിനെയാണ് ബാധിക്കുക. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇനി തൊഴിലുറപ്പില്ലാത്ത പദ്ധതിയോ? 22 ലക്ഷത്തിലധികം സജീവ തൊഴിലാളികളുള്ള കേരളത്തിൽ നല്ലൊരു പങ്കിനും തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് ആശങ്ക. ഇപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും എല്ലാ വാർഡുകളിലും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുണ്ട്. ഇനി കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാകൂ എന്ന് വരുന്നതോടുകൂടി നല്ലൊരു പങ്ക് തൊഴിലാളികളും പ്രതിസന്ധിയിലാകും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനമുള്ളത്. കർണാടകയിൽ 370 രൂപയും കേരളത്തിൽ 369 രൂപയും, തമിഴ്നാട്ടിലേക്ക് വന്നാൽ 339 രൂപയുമാണ്. തെലങ്കാനയിലും ആന്ധ്രയിലും 307 രൂപ വീതം മാത്രമാണുള്ളത്. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയാൽ ഹരിയാനയാണ് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത്. ഒരു ദിവസം 400 രൂപ. അത് ഗുജറാത്തിൽ വരുമ്പോൾ 282 രൂപ മാത്രമാണ്. ഉത്തർപ്രദേശിൽ 252 രൂപയും. അതായത് സാമ്പത്തികമായി നല്ല നിലയിലുള്ള മഹാരാഷ്ട്ര പോലും നൽകുന്നത് 312 രൂപ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഹരിയാന, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ചിലവിരട്ടിയാകുമെന്ന് സാരം. കേരളത്തിന് മാത്രം 2000 കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രാഥമിക കണക്ക്. ഗ്രാമീണ ജനതയെ രക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരുന്ന പദ്ധതിയുടെ ഭാരം ഇതോടെ സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് കൈമാറുകയാണ്. പദ്ധതിയിലെ പരമാവധി തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കിയെങ്കിലും ഗുണഫലം കിട്ടുന്നവർ വളരെ കുറയും. തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമായിരിക്കും ഇനി പദ്ധതി നടപ്പാവുക. തൊഴിലുറപ്പ് പദ്ധതി ഇതുവരെ ദുർബല ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതിയായിരുന്നു. എന്നുവെച്ചാൽ തൊഴിലിനായിരുന്നില്ല പ്രാധാന്യം, വേതനത്തിനായിരുന്നു എന്നാണ് അർത്ഥം. ഒരു തെങ്ങിന്റെ താഴെ 10 പേർ നിന്ന് കിളയ്ക്കുന്ന ചിത്രമിട്ട് പരിഹസിച്ചിരുന്നവർക്ക് ഒരു കാര്യം അറിയണം, ഈ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു. തൊഴിൽ നടപ്പാവുക എന്നതിനേക്കാൾ സാധാരണ തൊഴിലെടുക്കാൻ കെൽപ്പില്ലാത്തവർക്കും പ്രതിഫലം നൽകുക എന്നതായിരുന്നു ആ ലക്ഷ്യം. എന്നാൽ ആ ലക്ഷ്യം ഇവിടെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ്. കാരണം പുതിയ ബില്ലനുസരിച്ച് 4 തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത് ജലവിതരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനമാണ്. 2 ഗ്രാമീണ റോഡുകളാണ്. 3-ാമത്തേത് ചന്തകളും പഴം പച്ചക്കറി സംഭരണികളുമാണ്. 4 മണ്ണ് സംരക്ഷണവും പ്രളയ പ്രതിരോധവും. അതായത് ഈ 4 തൊഴിലുറപ്പ് മേഖലകളിൽ നിന്നുള്ളവർക്കാണ് ഇനി തൊഴിലുകൾ ലഭ്യമാവുക. ഇവ 4ഉം അത്യധ്വാനം ചെയ്യേണ്ട തൊഴിലുകളാണ്. ആരോഗ്യപരമായും സാമൂഹികമായും ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നവരാണ് ഇതുവരെ തൊഴിലുറപ്പിൽ പണിയെടുത്തിരുന്നത് എങ്കിൽ ഇനി നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതായത് കുറഞ്ഞ കൂലി നൽകി കടുപ്പമേറിയ പണി ചെയ്യിക്കാനുള്ള ഒരു മാർഗമായി കൂടി തൊഴിലുറപ്പിനെ മാറ്റുകയാണെന്ന് സംശയിക്കാം. ഇത്തരം ജോലികളെല്ലാം ഇതുവരെ ടെൻഡർ വിളിച്ച് കരാറുകാർക്ക് നൽകിയിരിക്കുന്നതായിരുന്നു. അവയാണ് തൊഴിലുറപ്പിലേക്ക് മാറ്റുന്നത്. ഇനി കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത് കൂടി നോക്കാം. 25% തൊഴിൽ കൂടി എന്നാണ് പറയുന്നത്. അതായത് 100 തൊഴിൽ ദിനങ്ങൾ 125 ആക്കി എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമങ്ങളിൽ മാത്രമേ പദ്ധതി നടപ്പാവുകയുള്ളൂ എന്ന നിബന്ധനയിലൂടെ ഇങ്ങനെയുള്ള എല്ലാ നേട്ടവും അട്ടിമറിക്കപ്പെടുകയാണ്. ഡിജിറ്റൽ പേയ്മെന്റും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമാക്കുമെന്നാണ് അടുത്ത വാദം. നിലവിൽ തന്നെ ബാങ്കിലാണ് തൊഴിലാളികളുടെ വേതനം എത്തുന്നത്. ATM വഴിയോ അല്ലെങ്കിൽ ബാങ്കിൽ ചെന്നോ പിൻവലിച്ചിരുന്നവർക്ക് പുതിയ പ്രഖ്യാപനം ഒരു മാറ്റവും നൽകുന്നില്ല. കാർഷിക മേഖലയിലെ അനുബന്ധ ജോലികളാണ് തൊഴിലുറപ്പിലേക്ക് മാറ്റുന്നത്.
കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി തന്നെ എടുക്കൂ. റോഡ് നിർമ്മിക്കാനും കനാൽ നിർമ്മിക്കാനും കുളം കുഴിക്കാനും ഒക്കെ പോകുന്നവർക്ക് ഇവിടെ കുറഞ്ഞ ദിവസ വേതനം തന്നെ 1000 രൂപയാണ്. അതിഥി തൊഴിലാളികൾക്ക് പോലും 1000 രൂപ കൊടുക്കണം. ഇനി കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 1200 മുതൽ 1500 രൂപ വരെ നൽകണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് 369 രൂപയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങുന്നത്. മാടമ്പി മുതലാളിമാരുടെ കാഞ്ഞ ബുദ്ധിയിലാണ് തൊഴിലുറപ്പിലും പ്രവർത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നാട്ടിൽ നിലവിലുള്ള തൊഴിൽ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതുവഴി അട്ടിമറിക്കപ്പെടുന്നതും. ബീഹാറും ഉത്തർപ്രദേശും പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത് അട്ടിമറിയാണ്. ബീഹാറിൽ പദ്ധതിയിലെ ദിവസക്കൂലി 255 രൂപയും ഉത്തർപ്രദേശിൽ 252 രൂപയും മാത്രമാണ്. ഉയർന്ന കൂലിക്ക് കരാറുകാർ വഴി നൽകിയിരുന്ന പ്രവർത്തികളാണ് ഇനി തൊഴിലുറപ്പ് പദ്ധതി വഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ വൻകിട കാർഷിക കമ്പനികൾ തന്നെയാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് സർക്കാർ പദ്ധതിയിൽ പാവങ്ങളെ ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകാൻ പോകുന്നത്. വളരെ പ്രകടമായ രീതിയിൽ തന്നെ അട്ടിമറിയുണ്ടെന്ന് സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. ജോലി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. അതൊരു പുതിയ രീതിയാണ്. എന്നാൽ തൊഴിൽ ബാധകമായ ജില്ലകളിലും വാർഡുകളിലും മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സൗകര്യം. നമ്മുടെ കാലത്ത് മഹാത്മാഗാന്ധിക്കുള്ള ഏറ്റവും വലിയ ആദരമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ദിവസത്തിൽ ഒരിക്കലെങ്കിലും മഹാത്മാഗാന്ധി പദ്ധതി എന്ന് കേൾക്കാത്തവർ ചുരുക്കവുമായിരുന്നു. ഗാന്ധിജി നമ്മുടെ ഓർമ്മകളിലേക്ക് ഏറ്റവും അധികം കൊണ്ടുവന്നിരുന്നു എന്നത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. ഗ്രാമസ്വരാജ് എന്നത് മഹാത്മജിയുടെ സ്വപ്നം കൂടിയായിരുന്നു. ആ സ്വപ്നത്തോടെ ഏറ്റവും അടുത്തു നിന്ന പദ്ധതിയുമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമസഭകൾ വഴിയാണ് തൊഴിൽ തീരുമാനിച്ചിരുന്നതും നടപ്പാക്കിയിരുന്നതും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു കാലത്തും നേരിട്ട് പണം ലഭിക്കും എന്ന് കരുതിയിരുന്നവരല്ല ഈ പാവങ്ങൾ. അവർക്ക് ആത്മാഭിമാനം ഉണ്ടാകുന്നത് തന്നെയായിരുന്നു ഈ തൊഴിൽ. ആ പദ്ധതിയുടെ കടക്കലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കത്തിവച്ചിരിക്കുന്നത്. രാജ്യത്ത് ദാരിദ്ര്യം കുറഞ്ഞു, അതുകൊണ്ട് ഈ പദ്ധതി ഇങ്ങനെ നടപ്പാക്കേണ്ടതില്ലെന്നാണ് പുതിയ ബില്ലിനെ കുറിച്ചുള്ള ഏറ്റവും അപഹാസ്യമായ വിശദീകരണം. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കാൻ ഏതു പദ്ധതിയാണ് നടപ്പാക്കിയത് എന്നും ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ദാരിദ്ര്യം ഇല്ലാതായതെന്നും ആധികാരികമായി പറയാൻ കഴിയുമോ? അങ്ങനെ പറയണമെങ്കിൽ സർവേയോ സെൻസസോ നടത്തണം. 2021 നടക്കേണ്ട സെൻസസ് ഒക്കെ 2026 പോലും നടക്കുമോ എന്ന സംശയത്തിലാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് പഠിക്കാൻ കേരളത്തിൽ ഒരു സർവേ നടന്നിരുന്നു എന്ന് വാദിക്കാം. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമായ പഠനങ്ങൾ പോലും നടന്നിട്ടില്ല. രാജ്യത്തിന്റെ GDP വളരുന്ന കണക്ക് വെച്ച് ദാരിദ്ര്യം കുറയുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ 1% ധനികരാണ് കൂടുതൽ ധനികരായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിവിധ കണക്കുകൾ കാണിക്കുന്നത്. പാവങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആശ്വാസ ധനമാണ് ഒന്നൊന്നായി ഇല്ലാതാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകും. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.